എന്റെ പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ്. പയ്യന്നൂരിലെ ജനം അത് ചെയ്തു എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്താണല്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. എന്നാൽ പാർട്ടിയിലെ ഒരു വലിയ വിവാദമായിട്ടുള്ള ഒരു സംഭവം ചൂണ്ടിക്കാട്ടിയിട്ട് ആ ചൂണ്ടിക്കാട്ടിയ വ്യക്തിയെ പടിയടിച്ച് പിന്നം വെക്കുന്ന ഒരു രീതിയാണ് CPM നടത്തി വന്നത്. അതായത് ഇലക്ഷന് തൊട്ട് മുന്നേ വി കുഞ്ഞികൃഷ്ണന്റെ കാര്യമാണ് പറയുന്നത്. സഖാവ് വി കുഞ്ഞികൃഷ്ണൻ ആയിരുന്നു, എത്രയോ വർഷത്തെ സേവനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. രക്തസാക്ഷി ഫണ്ടില് കടുത്ത ഒരു തട്ടിപ്പ് തന്നെ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം നേതൃത്വത്തെ ചൂണ്ടിക്കാണിച്ചിട്ടും അദ്ദേഹത്തെ മാത്രമാണ് അവർ കുറ്റക്കാരാക്കിയത്. അദ്ദേഹത്തിന്റെ ബുക്ക് തന്നെ ഒരു ഉദാഹരണമാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ്. ഈ ബുക്കിനെ ചൊല്ലിയാണ് വലിയൊരു വിവാദം പൊട്ടി പുറപ്പെട്ടത്. എന്നാൽ ഈ ബുക്ക് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കാണിച്ചതാണ്. പക്ഷേ അവരാരും ഇതിപ്പോൾ പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം തുടങ്ങിയത്. മാത്രവുമല്ല, രക്തസാക്ഷികൾ എന്നാൽ പാർട്ടിയുടെ നട്ടെല്ലാണ് എന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് CPM പാർട്ടിയുടെ. കാരണം CPM പാർട്ടിക്ക് ഒരു രക്തസാക്ഷി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചാകരയാണ്. ആ രക്തസാക്ഷിയായ കുടുംബത്തിന് ആനുകൂല്യങ്ങളും മറ്റ് മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് ഫണ്ടുകൾ സമാഹരിക്കും, ബക്കറ്റ് പിരിവുകൾ നടത്തും. ഇതെല്ലാം നമ്മൾ കണ്ടുവന്നതാണ്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കും. അങ്ങനെ പല പല ഫണ്ടുകൾ പലയിടത്തു നിന്നും പിരിച്ചു കഴിഞ്ഞാലും എന്നാൽ ഈ യഥാർത്ഥമായിട്ടുള്ള ഈ രക്തസാക്ഷിയായ കുടുംബത്തിന് അത് യഥാവിധം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഈ ഒരു കണക്കാണ് വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയത്. പാർട്ടി സെക്രട്ടറിക്ക് മുന്നിൽ വൻ അഴിമതി നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയത്. കാരണം പിരിച്ച ഫണ്ടുകളെല്ലാം യഥാവിധം ആ ഒരു കുടുംബത്തിന് കിട്ടുന്നില്ല എന്ന് കണക്ക് സഹിതം വ്യക്തമാക്കി. ആ ഫണ്ടിൽ നിന്ന് പാർട്ടിയുടെ ഓഫീസ് പുതുക്കാനുള്ള രീതിയിലുള്ള പണം കൂടി ഇതിൽ നിന്നാണ് എടുക്കുന്നതെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി. കണക്കുകൾ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്ന് കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നാൽ ഇനി താൻ പാർട്ടിയിൽ നിൽക്കണ്ട എന്നായിരുന്നു CPMന്റെ മറുപടി. കഴിഞ്ഞ സമയത്ത് ഇലക്ഷൻ സമയങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കലാരൂപം കൂട്ടാത്തമ്മിത്തല്ലാണ്. അത് പൊതുവെ കോൺഗ്രസിലും മറ്റു പാർട്ടികളുമാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇത്തവണ അത് CPMലാണ് നടന്നു വന്നിരുന്നത്. എത്രയോ നല്ല നല്ല സഖാക്കന്മാരാണ് പാർട്ടി വിട്ട് പുറത്തുപോയത്. G സുധാകരൻ ആദ്യമേ തന്നെ പുറത്തുപോയി. രണ്ടാമത് വി കുഞ്ഞികൃഷ്ണൻ, മൂന്നാമത് TK ഗോവിന്ദൻ. ഈ TK ഗോവിന്ദൻ വരെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാർട്ടിയെ ഇനിയും തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി ബംഗാളിന് തുല്യമാകുമെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബംഗാളിൽ എന്താണ് സംഭവിച്ചത്. 34 വർഷം ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു CPM പാർട്ടി. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കാലം CPM ഭരിച്ച ഒരു സംസ്ഥാനം തന്നെയാണ് ബംഗാള്. എന്നാൽ ബംഗാളില് ഇന്ന് ആ പാർട്ടിയില് ഒരു ആളെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം പറയാൻ പറ്റുക. കാരണം ഇന്ന് ഇന്ത്യയില് ഒരു ചുവപ്പ് പോലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ചുവപ്പ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഉത്തരം. കാരണം ചുവപ്പിന്റെ രീതി അത്ര ശരിയല്ല. കേരളത്തിലെ കണക്ക് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുവപ്പ് എന്തുകൊണ്ട് തുടർഭരണം വന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പാർട്ടിയെ തിരുത്താൻ ഇന്ന് പാർട്ടിക്കുള്ളിൽ ആരുമില്ല. പാർട്ടി പിണറായിയുടെ ലോബിയാണ്. അവസാനമായിട്ട് G സുധാകരൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും ഇതേ വാചകം തന്നെയാണ്. പാർട്ടി പിണറായിയുടെ ലോബിയാണ്, കണ്ണൂർ ലോബിയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ അവർ പിന്തള്ളും, കുലംകുത്തി എന്ന് വിശേഷിപ്പിക്കും. രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് ഒരുപാട് വാതൊരാതെ സംസാരിച്ചപ്പോൾ അതിന് വിമർശനങ്ങൾ പറഞ്ഞപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് കുലംകുത്തിയായി, വർഗവഞ്ചകരായി. ഇങ്ങനെയാണ് ഓരോ പേരും കാലാകാലങ്ങളായിട്ട് പാർട്ടി വിശേഷിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് പിണറായി വിജയൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 6-7 റൗണ്ട് കഴിഞ്ഞിട്ടാണ് ഒന്ന് മുൻപന്തിയിലേക്ക് വന്നത്. അതുപോലെ 19,000 വോട്ടിനാണ് വിജയിച്ചത്. സഖാവ് ക്യാപ്റ്റൻ എന്ന പേര് കൊടുക്കുമ്പോൾ ആ ക്യാപ്റ്റൻ തന്നെ വലിയ കഷ്ടപ്പെട്ടിട്ടാണ് വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിയത്. എന്നാൽ ക്യാപ്റ്റൻ എന്ന് നിയമസഭയിലേക്ക് വിളിച്ചു പറഞ്ഞ വീണ ജോർജ് ആകട്ടെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്തു. നമ്പർ 1 ആരോഗ്യ കേരളം. എന്ത് കേരളമാണ് അല്ലെ, എന്ത് പോക്കാണ് പോയത്. ഈ ഒരു ഇലക്ഷന് ഇത്രയും വലിയൊരു തോൽവി, തോൽക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ പക്ഷെ ഇത്രയും ഒരു വലിയൊരു ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു തോൽവി, കേവലം 40 പോലും കടക്കാത്ത ഒരു തോൽവി, അത് ആരും പ്രതീക്ഷ കാണില്ല. സഖാക്കന്മാര് പോലും പ്രതീക്ഷ കാണില്ല. ഭരിച്ച മന്ത്രിമാരെല്ലാം പടുകുഴിയിലേക്ക് വീണപ്പോൾ പാർട്ടി വിട്ട് പോയവർ MLA-മാരായിരിക്കുന്നു. ഉദാഹരണം വി കുഞ്ഞികൃഷ്ണൻ തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ബുക്ക് നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ്. പക്ഷേ നേതൃത്വത്തെ ഒരിക്കലും അണികൾ തിരുത്തിയില്ല. അണികൾ തിരുത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം, അതായത് തിരുത്താൻ ആര് വരുന്നോ മുന്നിലേക്ക് അവരെയെല്ലാം കടക്ക് പുറത്ത് എന്ന് പറയുന്നതായിരുന്നു പാർട്ടിയുടെ ശീലം.
ടി.കെ. ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ കാരണം എം ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ നിന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ആര് പാർട്ടിക്കെതിരെ വിരൽ ചൂണ്ടുന്നു അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന നിലപാടിനെതിരെ വിരൽ ചൂണ്ടുന്നു അവരെയെല്ലാം ആട്ടിപ്പായിക്കുന്ന ഒരു ശീലമാണ്. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ താൻ വർഗവഞ്ചകനാണ്, താൻ കുലംകുത്തിയാണ്, പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നു പിണറായി വിജയൻ. പത്രസമ്മേളനത്തിലാണെങ്കിൽ പോലും ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്നാണ് ഒരു വ്യക്തിയായിട്ടുള്ള, അത് കേരളം ഭരിക്കുന്ന നിയുക്ത മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇത്രയ്ക്കും ശൗര്യമുള്ള ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പത്രങ്ങളോട് തന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ രീതി ഉണ്ടായിരുന്നു. തനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും അപവാദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ ഒന്നുമല്ലാതാക്കുന്ന രീതിയായിരുന്നു പിണറായി വിജയൻ സ്വീകരിച്ചു വന്നത്. അതിനായിട്ട് തന്നെ വലിയൊരു പട തന്നെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ലോബിയായി പതിയെ CPM പാർട്ടി മാറി. അതിന്റെ സൂചന തന്നെയാണിത്. എത്രയെത്ര നല്ല സഖാക്കന്മാരാണ് പടിയിറങ്ങിപ്പോയത്, സ്വതന്ത്രരായിട്ട് മത്സരിച്ചത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് MLA-മാരായി, അതേസമയം പാർട്ടിയിൽ നിന്ന് മന്ത്രിമാരായി മത്സരിച്ചവരോ 13 മന്ത്രിമാരാണ് ഔട്ടായി പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്പർ 1 ആരോഗ്യ കേരളം ഇപ്പോൾ വെള്ളത്തിലായി. വിദ്യാഭ്യാസ മന്ത്രിയായി ശിവൻകുട്ടി ഇപ്പോൾ എവിടെയാണ്? അവിശുദ്ധമായ കൂട്ടുകെട്ട് കൂടാൻ പോയതുകൊണ്ടാണ് കേരള ജനത ഇവർക്ക് ഇത്ര പണി കൊടുത്തത്. കാരണം SDPIയിൽ അക്കാര്യമായിട്ട് CPM സഖ്യമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് അഭിമന്യുവിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടുവന്ന് അവരെ നോക്കി ചിരിക്കുന്ന പോലെയാണ് സഖാക്കന്മാർ ചെയ്തത്. ഇതൊന്നും കേരള ജനത മറന്നിട്ടില്ല. കേരള ജനത ഇതിനെല്ലാം മറുപടി കൊടുത്തു. ഇനിയും നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ല എങ്കിൽ ബംഗാളിലെ പോലെ അവസ്ഥ ഇവിടെയും വരും. 10 കൊല്ലം തുടർഭരണം നടത്തിയില്ലേ? ബംഗാൾ 34 വർഷത്തെ കണക്ക് പറയാനുണ്ടെങ്കിൽ കേരളം വെറും ഇനി ചുവക്കാൻ സാധ്യത വളരെ കുറവാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു ചെറിയൊരു സൂചന ജനങ്ങൾ തന്നതാണ്. മാറണമെങ്കിൽ നിങ്ങൾ മാറിക്കോളൂ എന്ന് പറഞ്ഞ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും മാറില്ല എന്ന് കേരള ജനതയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പൊറുതി മുട്ടിയിട്ടാണ് കോൺഗ്രസിന് അവർ വിജയിപ്പിച്ചത്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ തന്നെയാണ് വിജയിപ്പിച്ചത്. അല്ലാതെ കോൺഗ്രസ്സുകാരോടുള്ള ഭയവും ഭക്തിയും ബഹുമാനം കൊണ്ടൊന്നുമല്ല വിജയിച്ചത്. നിങ്ങളോടുള്ള അമർഷമാണ് വോട്ടായിട്ട് വിരിഞ്ഞത്. അതേപോലെ കേരളത്തിൽ താമര ഒരിക്കലും വിരിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 3 താമരയും വിരിഞ്ഞു. താമര ചെളിക്കൂടിലാണ് വിരിയുന്നത് പലരും പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ കേരളം ഒരു ചെളിക്കൂണ്ടായി മാറിയോ? എന്തൊക്കെയാണ് പറയുന്നത്? എന്തായാലും കേരളം ചുവന്നിരിക്കുമെന്ന് പറഞ്ഞവരെല്ലാം ഇപ്പോൾ തീക്കടൽ കാട്ടി ചുവന്നിരിക്കുന്നു പറയേണ്ടി വരുന്ന അവസ്ഥയായിപ്പോയി. ഇനിയെങ്കിലും പാർട്ടിയിൽ തിരുത്തൽ വേണം. തിരുത്തൽ അനിവാര്യമാണ്. ബംഗാൾ പോലെ 34 വർഷം ഭരിച്ച ബംഗാൾ ഇപ്പോൾ ആരുമില്ല എന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കേടാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി തുടർഭരണം വന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തുടർഭരണം വന്നത് 2016-ലും 2021-ലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആദ്യമേ തുടർഭരണം വരേണ്ടത് എപ്പോഴായിരുന്നെന്നറിയോ? 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് 2011 ഒരു ഇലക്ഷൻ വന്നു. അന്ന് VS അച്യുതാനന്ദൻ പിന്നെയും മുഖ്യമന്ത്രി ആകാതിരിക്കാനായിട്ട് ഇന്നത്തെ കണ്ണൂർ ലോബിയായ, അതിന്റെ തലവനായ, അതിലെ പിന്നാമ്പുറക്കാരനായ പിണറായി വിജയന്റെ വിഭാഗം കരുതി കൂട്ടി CPM-ന്റെ വോട്ടുകൾ മാറ്റിക്കുത്തിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ തുടർഭരണം നഷ്ടമായത്. എന്നാൽ ഇന്ന് അതേപോലെ തന്നെ 2026 കണക്ക് തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് പിണറായി വിജയനോട്. വലിയൊരു ഉത്തരം തന്നെ പറയേണ്ടി വരും. ചോദ്യങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനി പ്രതിപക്ഷ നേതാവാകാൻ താനില്ല എന്ന് പറഞ്ഞ് സ്വയം ഒഴിയുകയാണ് ചെയ്തത്. പടത്തലവനാണ്. കുറെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോവിഡ് സമയത്തൊക്കെ, പ്രളയ സമയത്ത് നമ്മളെ മുൻപിൽ നിന്ന് നയിച്ചൊരു വ്യക്തി തന്നെയാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് രാജാവും ഏകാധിപതിയുമല്ല, ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ്. അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായ പിണറായി വിജയനെ അല്ല ജനങ്ങൾക്ക് വേണ്ടത്. അത് ജനങ്ങൾ തിരുത്തി, ജനങ്ങൾ മനസ്സിലാക്കി തന്നുവെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പാർട്ടി ഇപ്പോഴും തിരുത്തലിന്റെ വക്കിലെത്തിയിട്ടില്ല. എന്ന് പാർട്ടി തിരുത്തലിന്റെ വക്കിലെത്തുമോ അന്നാണ് യഥാർത്ഥത്തിൽ ഇനിയൊരു ചുവപ്പ് കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ബംഗാൾ പോലെ ദുർബലപ്പെടും. ഇന്ത്യയിൽ ഭരണത്തിൽ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിലും അതേപോലെ കേരളത്തിലും ഇപ്പോൾ നിങ്ങൾക്ക് ഭരണമില്ല. ചുവപ്പില്ലാത്ത ഒരു ഇലക്ഷൻ റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ഇനി കാണാൻ പോകുന്നതും അങ്ങനെയാണോ എന്ന് ഇനിയുള്ള വർഷത്തെ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടിരിക്കും. ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അതാണ് എല്ലാവരോടും പറയാനുള്ളത്.